ഈ വാട്സപ്പ് എന്ന് പറയുന്നത് ഇന്നും പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നല്ല ധാരാളം ഫീച്ചറുകളാണ് ഓരോ അപ്ഡേറ്റുകളുമായി വാട്സപ്പ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ വാട്സപ്പ് ഏറ്റവും പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിൽ ഇമെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫോണിലെ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു എന്ന് കരുതുക, അല്ലെങ്കിൽ ഡാറ്റ ക്ലിയർ ചെയ്തു. നമുക്ക് വീണ്ടും വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP ഉപയോഗിച്ചല്ലേ ലോഗിൻ ചെയ്യാറുള്ളത്. എന്നാൽ ആ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നില്ല എങ്കിൽ ഈ ഇമെയിൽ വഴി OTP എടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. അതിനുള്ള ഒരു സൗകര്യമാണ് വാട്സപ്പ് ഈ അപ്ഡേറ്റിലൂടെ തന്നിട്ടുള്ളത്. ഈ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇമെയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വാട്സപ്പ് ഓപ്പൺ ആക്കാം. എന്നിട്ട് നേരെ മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. അതിൽ അക്കൗണ്ട്സ് എന്ന ഭാഗത്ത് ഇമെയിൽ അഡ്രസ്സ് എന്ന പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്ത് വന്ന വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാട്സപ്പിൻ്റെ OTP ഫോണിൽ വരാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഇമെയിലിലേക്ക് കൂടി OTP സെൻഡ് ചെയ്തത് എന്നാണ് വാട്സപ്പ് പറയുന്നത്. ഏതായാലും സംഭവം അടിപൊളിയാണ്. ചില സമയത്ത് മൊബൈലിലേക്ക് മെസ്സേജ് വന്നില്ല എങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള എളുപ്പവഴിയാണിത്. ഈ ഫീച്ചറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.